സഹോദരിക്ക് നീതി ലഭിക്കാൻ പോരാട്ടത്തിനിറങ്ങിയ ഒരു വയോധികന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ശാരീരിക വെല്ലുവിളി നേരിടുന്ന സഹോദരി ഓമനയ്ക്ക് വേണ്ടിയാണ് തിരുവനന്തപുരം പന്നിയൂട് സ്വദേശി സുന്ദരേശന്റെ പോരാട്ടം. റോഡില്ലാത്തതിനാൽ ഓമനയുടെ വീട്ടിലേക്ക് വാഹനം എത്തില്ല. ആശുപത്രിയിൽ പോകാൻ പോലുമാകാതെ ഓമന ദുരിതത്തിലായിട്ട് കാലങ്ങളായി. അധികൃതർ തിരിഞ്ഞു നോക്കാതായപ്പോൾ സുന്ദരേശൻ മറുത്തൊന്നും ആലോചിച്ചിട്ടില്ല. പാറവെട്ടി ഒറ്റയ്ക്ക് റോഡങ്ങ് നിർമ്മിച്ചു. ഇരുവൃക്കുകളും തകരാറിലായി ചികിത്സ തുടരുന്നതിനിടയിലാണ് സുന്ദരേശൻ വഴി നന്നാക്കാൻ ഇറങ്ങിയത്. അതൊരു പോരാട്ടത്തിന്റെ കഥയാണ്. കൊട്ടാത്ത വാതിലുകളില്ല. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികൾക്ക് കനിവുണ്ടായില്ല. രണ്ടു വൃക്കയും തകരാറിലായ സുന്ദരേശൻ സ്വന്തമായി പാറ പൊട്ടിച്ച് വഴി നിർമ്മിക്കാൻ തീരുമാനമെടുത്തു. പിന്നിട്ട നാൾവഴികൾ ഓർക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ഈറനണിയുന്നു. അപ്പോൾ ഇതിനൊരു വികസനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വാർഡിൽ തന്നെ 2 പ്രാവശ്യം ഈ വാർഡിലുള്ളൊരംഗം ജയിച്ചു പഞ്ചായത്ത് പ്രസിഡൻ്റായി. 5 വർഷം കഴിഞ്ഞിട്ട് ഒന്നും നടന്നില്ല. അങ്ങനെ എനിക്കൊരു വാശിയായി ആ പാറയെ പൊട്ടിച്ച് ഒരു വഴി കയറ്റണമെന്ന്. എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് ചെയ്തിട്ട് തന്നെ എൻ്റെ പിറ്റൊന്നും ചെയ്യില്ല. അതിൻ്റെ പിറ്റൊന്ന് വൈകുന്നേരം ആകുമ്പം അത് എൻ്റെ പണി തുടങ്ങും. അല്ല, എൻ്റെ 2 കിഡ്നി നഷ്ടപ്പെട്ട് കണ്ണിൻ്റെ കാഴ്ച പോയി. ഇപ്പോൾ ഒന്നിനും പറ്റില്ല. രണ്ടാമത് ഇവിടെ ഇരുന്ന് നിരങ്ങണ ഒരു ആളാണ്. അപ്പോൾ അവളെ എങ്ങനെയെങ്കിലും ഒരു ഓട്ടോറിക്ഷയിൽ താഴോട്ട് എത്തിക്കണം, തിരിച്ച് ഇങ്ങോട്ട് എത്തിക്കണം. ഇരുന്ന് നിരങ്ങിയേ നടക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ എണീറ്റ് നടക്കാൻ പറ്റില്ല. അവളെ കൊണ്ട് അവൾക്ക് 72 വയസ്സായി. ഞാൻ പോണതിന് മുമ്പേ ഒരു വഴി എത്തിക്കണം. സഹോദരി ഓമന കഴിഞ്ഞ 74 വർഷങ്ങളായി നിവർന്നു നടന്നിട്ടില്ല. പുറംലോകം കാണുന്നത് വോട്ട് രേഖപ്പെടുത്താൻ മാത്രം. വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാരും തിരിഞ്ഞു നോക്കിയതുമില്ല. ഒരു വീൽചെയർ എന്നത് അവരുടെ സ്വപ്നത്തിൽ പോലും ഇല്ലെന്ന് തോന്നുന്നു. രോഗം മൂർച്ഛിച്ചാൽ ആശുപത്രിയിലേക്ക് ഒരു വാഹനമെങ്കിലും വീടിന് മുന്നിലെത്തണമെന്നായിരുന്നു ആഗ്രഹം. വഴി വന്നാലേ എനിക്കെന്തെങ്കിലും അസുഖമുള്ളപ്പം പോവാൻ പറ്റൂ, അല്ലാത്തപ്പം പോവാൻ പറ്റൂല. മഴ ഇടിവിട്ടോ മഴ വന്നാൽ ഈ വീട്ടിനകത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു വഴിയും ഒരു വീടും വേണം, ഒരു വണ്ടി വരണം. വെള്ളം അടുക്ക ഉണ്ടെങ്കിലേ എന്തെങ്കിലും വെച്ച് കഴിക്കാൻ പറ്റൂ, അല്ലാതെ കഴിക്കാൻ പറ്റൂല. വഴി വരകി തരാമെന്ന് പറഞ്ഞു, പിന്നെ അവർ ശരിയാക്കി തന്നില്ല. വഴി ഇതുപോലെ വെട്ടിത്തെളിക്കാൻ 1.5 വർഷമെടുത്തു. എന്നിട്ടും പരിശ്രമം ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. വാഹനം കയറണമെങ്കിൽ ഇനിയും കടമ്പകളുണ്ട്. നിലവിലെ വഴിയൊന്ന് കോൺക്രീറ്റ് ചെയ്യാനെങ്കിലും അധികൃതർ സഹായിക്കുമോ എന്നാണ് ചോദ്യം. പെരുമഴക്കാലത്ത് നിരങ്ങി ഈ കൂരയിൽ എങ്ങനെ കഴിയുമെന്നാണ് ആശങ്ക. കഠിനമീ ജീവിതമെന്ന് അമ്മ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചാകുന്നു. കഷ്ടജീവിതത്തിന്റെ അവസാന കാലത്തെങ്കിലും ഒരു പരിഹാരം വേണമെന്നാണ് ആവശ്യം. ജനപ്രതിനിധികൾക്ക് ഇനിയെങ്കിലും കണ്ണു തുറക്കാം. ക്യാമറമാൻ സന്തോഷ് ശേഖരോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. അപ്പോൾ അതൊരു നീറ്റുന്ന കഥയാണ്. ഓമനയുടെയും സുന്ദരേശൻ്റെയും അത് അധികാരികൾക്ക് മുന്നിൽ ഞങ്ങൾ വെക്കുകയാണ്. ഒരു കുഞ്ഞു വീടും കൊള്ളാവുന്ന ഒരു വഴിയുമാണ് ആവശ്യം. അതൊട്ടും ആർഭാടത്തിന് ചോദിക്കുന്നതല്ല. വയ്യാതാവുമ്പോഴേക്കും ആശുപത്രിയിലേക്ക് പോകാൻ വണ്ടി എത്തുന്നൊരു വഴി എന്നുള്ളതാണ് ആവശ്യം. ദീർഘനാൾ ചോദിച്ചു. ലാസ്റ്റ് ചേട്ടൻ സുന്ദരേശൻ ഇറങ്ങി ഒറ്റയ്ക്ക് പാറ വെട്ടിയുണ്ടാക്കിയ വഴിയാണ് ആ വഴി. പക്ഷെ അതുകൊണ്ട് പൂർണ്ണമാവില്ല. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് എത്ര വലുതെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.